ദരിദ്ര ഗ്രാമത്തിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക്. അതാണ് സാഡിയോ മാനയുടെ കഥ. എനിക്ക് 10 ഫെറാറി കാറുകളോ 20 ഡയമണ്ട് വാച്ചുകളോ അല്ലെങ്കിൽ ആഡംബര വീടോ ആവശ്യമില്ല. എന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രം നടന്നാൽ മതി. താൻ എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി സാഡിയോ മാനെ ഇങ്ങനെയാണ് നൽകിയത്. വെൽക്കം ബാക്ക് ടു മിസ്റ്ററീസ് വിത്ത് അമൃത. യൂറോപ്പിലെ ഒരു മികച്ച കളിക്കാരിൽ ഒരാളായിരുന്നു മാനെ. തന്റെ കരിയറിന്റെ സുവർണ കാലത്താണ് തന്റെ കരിയറിനേക്കാൾ കൂടുതൽ പണത്തിനു പ്രാധാന്യം നൽകി സാഡിയോ മാനെ സൗദി അറേബ്യയിലേക്ക് പറന്നത്. എന്നാലും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഭൂരിഭാഗം കളിക്കാരും തങ്ങളുടെ പണം ആഡംബരത്തിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ മാനെ സൗദിയിലേക്ക് പോയത് തന്റെ കൊച്ചു ഗ്രാമത്തെ ഒരു നഗരമാക്കി മാറ്റാനായിരുന്നു. ലോക പ്രശസ്തനായ ശേഷം അദ്ദേഹം സ്വന്തം ഗ്രാമം മറന്നില്ല. അവിടെ ഹോസ്പിറ്റൽ, സ്കൂൾ, സ്റ്റേഡിയം, മസ്ജിദ് എന്നിവയൊക്കെ പണിതുയർത്തി. അദ്ദേഹത്തിന്റെ കൊച്ചു ഗ്രാമത്തിൽ 2000-ലധികം താമസക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും $100 സഹിതം അദ്ദേഹം എല്ലാ മാസവും നൽകുന്നുമുണ്ട്. എനിക്ക് എന്റെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണം, കളിക്കാൻ നല്ല മൈതാനം ഒരുക്കണം, അവരുടെ വിശപ്പ് ഇല്ലാതാക്കണം, അവരെ സഹായിക്കണം. മാനയുടെ വാക്കുകളാണിവ. ഇതാണ് പറയുന്നത്, സാഹചര്യങ്ങൾ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നില്ല. നിങ്ങളുടെ കഠിനാധ്വാനവും വിട്ടുകൊടുക്കാത്ത മനസ്സാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. അതിനാൽ ഇന്ന് നിങ്ങൾ എവിടെയായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്വപ്നങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം അടുത്തൊരു സാധ്യമാണ് അത് നിങ്ങൾ തന്നെയാകാം.